അങ്ങനെ വരുമ്പോഴും ശ്രീ വി ആർ അനൂപ് ഇന്ന് പാർലമെന്റിന് മുന്നിൽ കണ്ടതുപോലെയുള്ള ഇത്തരത്തിലുള്ള നാടകം കളിച്ചുകൊണ്ട് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ദോഷമല്ലേ സംഭവിക്കുകയുള്ളൂ ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിന് പ്രത്യേകിച്ചും. ഇവിടെ ഈ അംബേദ്കർ എന്നുള്ള നെറേറ്റീവ് അത് നന്നായി ഉപയോഗപ്പെടുത്തുവാനാണല്ലോ കോൺഗ്രസിന്റെ ശ്രമം. പക്ഷെ അത് ഈ ലെഗസി എങ്ങനെ നിങ്ങൾക്ക് അവകാശപ്പെടാം എന്നുള്ള മറു ചോദ്യത്തോടു കൂടി പ്രതിരോധത്തിലാക്കുകയാണ് BJPയും ഭരണപക്ഷവും ചെയ്യുന്നത്. കാരണം നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചയാൾ, കോൺഗ്രസ് മുംബൈയിൽ നിർത്തി തോൽപ്പിച്ചയാൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാവും. ഭരണഘടനയുടെ ചർച്ചാ സമയത്ത് അടിയന്തരാവസ്ഥ പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് ഭരണപക്ഷം പ്രതിരോധത്തിലാക്കുന്നത് കോൺഗ്രസിനെ മാത്രമാണ്. അതിൽ ഇന്ത്യ സഖ്യമെന്ന് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ പ്രതിരോധത്തിലാവുന്നത് കോൺഗ്രസ് ആണ് ഇവിടെയും അംബേദ്കർ വിഷയം വരുമ്പോഴും. അംബേദ്കർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നൊന്നും ഒരിടത്തും കോൺഗ്രസ് അവകാശപ്പെട്ടിട്ടില്ല. അംബേദ്കർക്ക് കൃത്യമായി അദ്ദേഹത്തിന് കോൺഗ്രസിനോടുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ വിയോജിപ്പുകളെ ബഹുമാനത്തോടുകൂടി കോൺഗ്രസ് കണ്ടിരുന്നതുകൊണ്ടാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി വരുന്നു. പിന്നീട് നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയാകുന്നു. അംബേദ്കർ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു എന്ന് സംഘപരിവാർ പറയുമ്പോൾ അത് രാജിവെക്കുന്നതിന്റെ കാരണം എന്താ? അന്ന് BJP ഉൾപ്പെടുന്ന വലതുപക്ഷ ഹിന്ദുത്വ ശക്തികൾ അംബേദ്കറുടെ ഹിന്ദു കോഡ് ബില്ല് നടപ്പിലാക്കുന്നതിനെതിരെ വളരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ്. അതിനുശേഷവും അംബേദ്കറുടെ മരണശേഷവും ആ ബില്ല് സാക്ഷാത്കരിക്കുന്നത് കോൺഗ്രസ്സാ. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം അതൊന്നുമല്ലല്ലോ. അംബേദ്കർ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ കൂടെ നടന്ന ഒരാളാണെന്നൊന്നും ചരിത്രബോധമുള്ള ആരും അവകാശപ്പെടില്ല. പക്ഷെ അംബേദ്കറിന് കൊടുക്കേണ്ട ഒരു ബഹുമാന്യതയും, അമിത്ഷായെ പോലൊരാൾ, അദ്ദേഹത്തിന്റെ പാപഭംഗിതമായ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അമിത്ഷാ അത്ര ബഹുമാന്യനായ ഒരു നേതാവല്ല. പക്ഷെ അദ്ദേഹം ബഹുമാന്യമായ ഒരു പദവിയിലാണ് ഇരിക്കുന്നത്, ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അമിത്ഷാ പറഞ്ഞത് എന്താ പാർലമെന്റിനകത്ത്? അമിത്ഷാ അംബേദ്കറെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ലാംഗ്വേജ് മാത്രമല്ല, ബോഡി ലാംഗ്വേജ്, ആ പുച്ഛം, ആ ധാർഷ്ട്യം, അംബേദ്കറെ കുറിച്ച് പറയുന്ന സമയം ദൈവത്തെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മോക്ഷം കിട്ടുമെന്ന് അമിത്ഷാ പറയുമ്പോൾ അമിത്ഷാ മനസ്സിലാക്കേണ്ടത്, സംഘപരിവാർ മനസ്സിലാക്കേണ്ടത്, അംബേദ്കറെ ദൈവമായും ദൈവത്തിന് മുകളിലും കാണുന്ന ഒരു വലിയ ജനവിഭാഗം ഈ രാജ്യത്തുണ്ട് എന്നാണ്. പക്ഷെ അത് കോൺഗ്രസിനെ പരിഹസിക്കുകയായിരുന്നുവല്ലോ ശ്രീ വി ആർ അനൂപ് അമിത്ഷാ ചെയ്തത്. ആ പരിഹാസം എന്താണ്? അംബേദ്കർ ദൈവ തുല്യനല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുകയാണ്. അംബേദ്കർ ദൈവമായി ആരാധിക്കുന്ന ഒരു ജനവിഭാഗം ഈ രാജ്യത്തുണ്ട്. അംബേദ്കറെ ബോധിധർമ്മൻ അംബേദ്കർ എന്ന് പറഞ്ഞ് ബുദ്ധവിഹാരങ്ങൾ ഉണ്ടാക്കി, അംബേദ്കർക്ക് അത്തരം ആരാധനാലയങ്ങൾ ഉണ്ടാക്കി, അംബേദ്കർ ദൈവതുല്യമായി ഈ രാജ്യത്ത് ആരാധിക്കപ്പെടാൻ കാരണം പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി പുഴുക്കളെ പോലെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് മനുഷ്യൻ എന്നുള്ള അന്തസ്സും ആത്മവിശ്വാസവും നൽകിയ ഒരാളെ ആരാധനായി ആരെങ്കിലും കാണുന്നുവെങ്കിൽ അവരെങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? അതിൽ അമിത്ഷാ അതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ അമിത്ഷാ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറോട് കോൺഗ്രസ് ഏത് രീതിയിലാണ് അവഗണന കാട്ടിയത്, ഇതേക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലാണ് നിയമമന്ത്രിയായിരുന്ന അംബേദ്കറിന് രാജിവെക്കേണ്ടി വന്നതും മുംബൈയിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചതും അതും കോൺഗ്രസ് ആണ്. പിന്നെ അധികാരത്തിലുള്ള സമയത്തൊന്നും ഭാരതരത്ന നൽകുവാനായിട്ട് തീരുമാനമെടുക്കുവാൻ കോൺഗ്രസ് സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ 1990 BJPക്ക് കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ്, ജനതാദൾ സർക്കാരിന്റെ ആ കാലഘട്ടത്തിലാണ് അംബേദ്കറിന് ഭാരതരത്ന നൽകുവാനായിട്ടുള്ള തീരുമാനമെടുത്തത്. ഇതൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ എപ്പോഴും ഈ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു ഫാഷനായി മാറ്റുകയാണ്. ആ സമയത്ത് ദൈവനാമം ആയിരുന്നു ജപിച്ചിരുന്നതെങ്കിൽ സ്വർഗം കിട്ടുമായിരുന്നുവല്ലോ എന്നുള്ള കാര്യം പറഞ്ഞത്. അവിടെ കോൺഗ്രസിനോടുള്ള പരിഹാസവും അംബേദ്കറിനെ കോൺഗ്രസ് ഏത് രീതിയിലാണ് അവഗണിച്ചത് ഇക്കാര്യവുമല്ലേ പറഞ്ഞു വന്നത്. അതിലെവിടെയാണ് അംബേദ്കറിനെ അവഹേളിക്കുന്നത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിയുന്നത്? അതിലേക്ക് തന്നെയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അംബേദ്കർക്ക് പകരം ദൈവത്തിന്റെ നാമം ജപിച്ചിരുന്നെങ്കിൽ സ്വർഗം, ഇഹലോകത്തെ പരലോകത്തെ മോക്ഷം മാത്രമല്ല ഇഹലോകത്തെ സ്വർഗപ്രാപ്തിക്ക് അംബേദ്കറുടെ നാമം ജപിക്കുന്ന ആളുകളുടെ ഒരു രാജ്യത്താണ്. അംബേദ്കർ ബുദ്ധധർമ്മം സ്വീകരിക്കുന്നു, അംബേദ്കറെ ബോധിധർമ്മനായി കരുതുന്നു. അങ്ങനെ അംബേദ്കർ ആരാധിക്കപ്പെടുക കൂടി ചെയ്യുന്ന ഒരു ജനസമൂഹത്തിനിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അംബേദ്കർ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അംബേദ്കർ ഈ രാജ്യത്ത് നിയമമന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? അന്ന് ഹിന്ദു കോഡ് ബില്ല് നടപ്പിലാക്കണമെന്ന് അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായ ഒരു ആഗ്രഹം.
അതിന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനത് നടപ്പിലാക്കപ്പെടാൻ പോയതിന്റെ കാരണം എന്താ? അന്ന് ഈ സംഘപരിവാർ ഉൾപ്പെടുന്ന ഹിന്ദു വലതുപക്ഷം ഈ രാജ്യത്ത് നടത്തിയ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യമാണ്. പക്ഷെ അവിടെയും ഇക്കാര്യത്തെ കുറിച്ച് BJP കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഈ ഒരു ആരോപണത്തെ കുറിച്ച് പറയുന്നത് അന്ന് രാജാജിയും ഉണ്ടായിരുന്നുവല്ലോ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോൾ. പക്ഷെ അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഈ രണ്ടുപേരുടെയും രാജിയെക്കുറിച്ചുള്ള പരാമർശം അദ്ദേഹം നടത്തിയത് രാജാജി രാജിവെച്ചത് അത് സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അംബേദ്കറിന്റെ കാര്യം അങ്ങനെ അല്ല എന്നാണ് ആ രീതിയിലുള്ള പരാമർശം നെഹ്റു നടത്തിയത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ അടിയന്തരാവസ്ഥ മാത്രമല്ല നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി BJP ഉപയോഗിക്കുന്നത്, അതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചെയ്തികൾ പോലും കടന്നു വരികയാണ്. അവിടെയാണ് ഈ അംബേദ്കർ വിഷയത്തിൽ നിങ്ങൾ അമിത്ഷായെയും BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുമ്പോൾ ഇതേ കാര്യങ്ങൾ അംബേദ്കറിനെതിരെ നിങ്ങൾ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എതിർ പ്രതിരോധം വരുന്നത്. ശ്രീ VR അനൂപ്, ശ്രീ ഒരു മിനിറ്റ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും അംബേദ്കറും കോൺഗ്രസും ഒരേ വഴിയിൽ സഞ്ചരിച്ച ആളുകളല്ല. ജാതിയെ സംബന്ധിച്ച് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിയോജിപ്പുകൾക്കിടയിലും അംബേദ്കറിനോടുള്ള ബഹുമാനം, അംബേദ്കറിന് ഇടം കൊടുക്കുന്നതിൽ കോൺഗ്രസ് ചരിത്രപരമായ പങ്ക് നിർവഹിച്ചിട്ടില്ലേ? അംബേദ്കർക്ക് കോൺഗ്രസിന് പകരം ഇന്ത്യ എന്ന റിപ്പബ്ലിക് രൂപീകൃതമാകുന്ന സന്ദർഭത്തിൽ സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന ആശയഗതിക്കോ പ്രാമുഖ്യമുള്ള ആളുകളായിരുന്നു അവിടെയെങ്കിൽ ഒരു അംബേദ്കർ ഈ പറയുന്ന ഭരണഘടന സാധ്യമാകുമായിരുന്നു. ഇവിടെ അന്ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ KM മുൻഷിയെ പോലെ ഹിന്ദുത്വ ആശയഗതിയോട് ചായ്വ് പ്രകടിപ്പിച്ച ആളുകളുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ സംഘപരിവാറിന് അവിടെ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ പ്രാതിനിധ്യമേ ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ട് മാത്രം സാധ്യമായ ഒരു ഭരണഘടനയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരി ശരി ശ്രീ അനൂപ്, എന്തായാലും പക്ഷേ വർഷങ്ങളോളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിരോധത്തിലാക്കുവാൻ പറ്റുന്ന രീതിയിൽ ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇപ്പോഴത്തെ സർക്കാർ ഉന്നയിക്കാൻ പറ്റും. അത് സ്വാഭാവികമാണ്, ശരിയാണ്. കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട ബാധ്യത ഉള്ള പാർട്ടി തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നിങ്ങൾ ഈ ഭരണഘടനാ ചർച്ചയിൽ ഇല്ലേ നെഞ്ചു വിരിച്ച് തന്നെ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അത് പ്രതിരോധിക്കുവാൻ സ്വാഭാവികമായിട്ടും BJP ശ്രമിക്കും. ശ്രീ ഉല്ലാസ് ബാബു, പക്ഷേ